എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏത് സമൂഹത്തിനും ഏത് വ്യക്തികൾക്കും വിരോധികളുണ്ട്. ചെറിയ ആളുകൾക്ക് ചെറിയ വിരോധി, ഇടത്തരക്കാർക്ക് അതിനനുസരിച്ചുള്ള വിരോധി, വലിയ ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ സംഘടനക്ക് അതിനനുസരിച്ചുള്ള വിരോധി. ഇങ്ങനെ വ്യക്തിയുടെയും സംഘടനൻ്റെയും സ്ഥാനം, അവർക്കുള്ള ശക്തി അതനുസരിച്ചാണ് വിരോധികൾ ഉണ്ടാവാർ എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഒരു നിലക്ക് അത് ഒരു നിഅമത്തുമാണ് എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. കാരണം ഇങ്ങനെ എതിരാളികളില്ലെങ്കിൽ പ്രവർത്തകർക്ക് ഒരു കുത്തയവ്. ഉദാഹരണമായിട്ടൊരു കമ്മിറ്റി, ഒരു മഹല്ലത്ത് ഭരിക്കുന്ന കമ്മിറ്റി, അതിന് അവിടെ എതിരാളികൾ ഉണ്ടെങ്കിൽ അത് വലിയ നിഅമത്താണ്. ഈ ഭരിക്കുന്ന ആളുകൾക്ക് ചിട്ടയിലും ശ്രദ്ധയിലും ഭരിക്കാനുള്ള ഒരു പ്രേരണയാകും. അന്നലക്ക് അത് വലിയൊരു നിയമത്ത് തന്നെയാണ്. അങ്ങനൊന്നും ഇല്ലെങ്കിൽ അത് കുത്തകി പോകില്ല. അപ്പോൾ ഒരു നിലക്ക് ഈ യഥാവത്ത് അത് നിയമത്താണെന്നല്ല മഹാന്മാർ പറഞ്ഞു. ഏതായാലും ഏതാക്കും ഉണ്ടാവും. ഏത് ചെറുപ്പക്കാരനും നിസ്സാരക്കാരനും ഏത് വലിയവനും ആളെ വേസ്റ്റ് അനുസരിച്ച്, അവൻ്റെ വെയിറ്റ് അനുസരിച്ച് അവൻ എതിരാളി ഉണ്ടാവും. അപ്പോൾ സമസ്തക്ക് വലിയ എതിരാളി വേണം. സമസ്തയുടെ എതിരാളികൾ രണ്ട് നിലയ്ക്ക് വിഭജിക്കാൻ കഴിയും. ഒന്ന് ആദർശ വിരോധികൾ, ആദർശപരമായ വിരോധികൾ. മറ്റൊന്ന് സംഘടനാ വിരോധികൾ. ഈ രണ്ട് സൈസും സമസ്തക്കുണ്ട്. ഓരോന്നിനെ പറ്റി അല്പസ്വല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തും. കാരണം കുറേ സമയമായി. ഇനിയും നല്ല പ്രഗത്ഭന്മാരായ വാഗ്മികൾ നമ്മളെ പിന്നിലുണ്ട്. അവർക്കും ഒരു സൗകര്യത്തിന് വേണ്ടി മുഖ്യപ്രഭാഷണമാണെങ്കിലും ചെറിയ തോതിൽ മുഖ്യപ്രഭാഷണം കൈകാര്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. അതിൽ ആദർശപരമായ വിരോധികൾ ഉണ്ടായതുകൊണ്ടാണ് കാര്യമായിട്ട് സമസ്ത രൂപീകരിക്കാനുള്ള കാരണം ഉണ്ടായത്. ആദർശപരമായ വിരോധികൾ, പുത്തനാശയക്കാര്, ജമാഅത്തെ ഇസ്ലാമി, മൗദൂദി തുടങ്ങിയുള്ള കക്ഷികൾ അത് ആദർശപരമായിരിക്കുന്ന എതിരാളികളാണ്. അവരൊക്കെ ഓതുന്നത്, നമ്മൾ ഓതുന്നത് ചില പ്രത്യേക ഹദീസുകൾ തന്നെയാണ്. ഒന്ന്, തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യം പുണ്യ നബി പറഞ്ഞ ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് പോവുകയാണ്. ലം ദളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ദലാലിയത്ത് വരൂല. അങ്ങനത്തെ രണ്ട് കാര്യം ഞാൻ ഒഴിച്ചിട്ട് പോകുന്നു. കിതാബല്ലാഹി വ സുന്നത്ത റസൂലിഹി, അല്ലാഹുവിൻ്റെ കിതാബും നബിയുടെ ചര്യയും. ആ രണ്ട് കാര്യം ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് പോകാൻ, ഞാൻ മരണപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പിടികാരായി രണ്ട് വസ്തു ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾ ശരിക്ക് പിടിച്ചു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദലാലിയത്ത് വരൂല. ഇത് അവരും ഓതുന്ന ഹദീസ് തന്നെയാണ്, നമ്മളും ഓതും വേണം. നമുക്ക് ഈ ഹദീസിനെ പറ്റിയല്ല തർക്കം, ഇതിൻ്റെ അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആനും ഹദീസും പിടിച്ച് നടക്കണം. എങ്ങനെയാണ് പിടിച്ച് നടക്കൽ എന്നതിലാണ് അഭിപ്രായ വ്യത്യാസം. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഞങ്ങൾ മൗദൂദി സാഹിബും മുത്തനാശയക്കാരൊക്കെ പറയുന്നത് ഹോജാക്കന്മാരെ ഞങ്ങൾ കുറിച്ചൂല, ഞങ്ങൾക്ക് കുടിക്കാനുള്ളത് ഖുർആൻ ഹദീസാണ്, അങ്ങനെ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഹോജാക്കന്മാരെന്ന് പറയുമ്പോൾ പരിഹസിച്ചിട്ട് നമ്മൾ പറയും മഹാന്മാരെ പിടിക്കാനാവൂല. ഹോജാക്കന്മാരെന്ന് നിങ്ങൾ പറയണ ഹോജ പറഞ്ഞ ഞങ്ങൾ കേൾക്കും. ഖുർആൻ ഹദീസ് എന്ത് പറഞ്ഞു, അതാ പുണ്യ നബി പറഞ്ഞത്, അത് ഞങ്ങൾ കേൾക്കും. അങ്ങനെ തന്നെയാണ് മൗദൂദി സാഹിബും പാർട്ടിയൊക്കെ പറഞ്ഞത്.
ഞാൻ ദീനിനെ വർത്തമാന ഭൂതകാലത്തെ വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് പകരം എപ്പോഴും ഖുർആൻ സുന്നത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ ഉത്സാഹിച്ചു. കഴിഞ്ഞ മഹാന്മാരെ അല്ല ഇപ്പോഴുള്ള മഹാന്മാരെ അതൊന്നും ഞാൻ വിലവെക്കണില്ല. ആ വ്യക്തികളിൽ നിന്ന് മനസ്സിലാകുന്നതിന് പകരം എപ്പോഴും ഖുർആൻ സുന്നത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഉത്സാഹിച്ചു. അതിനാൽ ഇന്ന മഹാൻ എന്തു പറയുന്നു, ഇന്നയാൾ എന്തു ചെയ്യുന്നു എന്ന് നോക്കാൻ ഉത്സാഹിക്കുന്നില്ല. ഖുർആൻ എന്തു പറയുന്നു, റസൂൽ എന്തു ചെയ്തു എന്ന് നോക്കാൻ മാത്രം ഉത്സാഹിച്ചു. ഇതാണിപ്പം മൗദൂദി പല അബദ്ധം പറഞ്ഞതിൽപ്പെട്ട ഒന്ന്. ഇതേ വാദം തന്നെയാണ് മറ്റ് പുത്തനാശയക്കാർക്ക് അധികവും. കേട്ടാൽ നല്ല മട്ടുണ്ട്, വളരെ ഉഷാറുള്ള വാക്കാണ്. എന്തിനാ കോജാക്കന്മാരെ വെച്ച് നടക്കുന്നത്? ഖുർആനും ഹദീസും കുറിച്ച് നടക്കാനല്ലേ പുണ്യ നബി അവിടെ പറഞ്ഞത്, അത് കുറിച്ച് ഞങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികൾ കേട്ടാൽ ഇവർക്ക് കുറേയൊക്കെ വഴി വഴക്കാനും വലിയ വഴിയുണ്ട്. പക്ഷേ ഓല് യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും ഓല് കുടിച്ചിട്ടില്ല. കുടിച്ചു എന്ന് പറയുന്നേ ഉള്ളൂ. ഖുർആനും ഹദീസും പറയുന്നത് വസ്സാബിഖൂനൽ